ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. നിങ്ങളെല്ലാവരും ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഓൺ ഷേപ്പ് എന്നുള്ള 3D സോഫ്റ്റ്വെയർ, CAD മോഡലിംഗ് സോഫ്റ്റ്വെയർ പഠിക്കുന്ന രണ്ടാമത്തെ എപ്പിസോഡായിട്ട് ഇതിനെ കണക്കൂട്ടാം. അങ്ങനെ ഇതിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്, അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ നാവിഗേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ഓരോരോ ഇതിലേക്ക് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ക്രോമിലാണല്ലോ. അപ്പോൾ ക്രോമിൽ നിങ്ങൾ ഈ സാധനം ഇത് തുറന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഇൻ്റർഫേസിൽ ഇവിടെയാണ് നിങ്ങൾ ഒരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയ പാർട്ടിന്റെ ഒരു ലിസ്റ്റും അതേപോലെ ഓപ്പൺ ചെയ്തവരുടെ ലിസ്റ്റ്, ഈ അതിന്റെ ഓണർഷിപ്പും ക്രിയേറ്റഡ് ബൈ മീ എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പോകുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലേബിൾസ് സെറ്റ് ചെയ്യാം. ഇതിന്റെ ടൈപ്പ് ഓഫ് ഇതാണ് എന്ന് പറഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള ഡിഫറെന്റ് ലേബിൾസും സെറ്റ് ചെയ്യാം. അതേപോലെ ഡിലീറ്റ് ചെയ്ത പാർട്സും ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടും ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രൊഫഷണൽ കാര്യങ്ങളും അതിന്റെ പ്രൈസിങ് കാര്യങ്ങളും അന്വേഷിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഫോൾഡർ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവില്ല, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പോയിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാണും ഡോക്യുമെന്റ്, ഫോൾഡർ, ഇമ്പോർട്ട് ഫയൽസ്, ഇമ്പോർട്ട് ഫ്രം ആൻഡ് ലേബിൾ. ഇപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഡോക്യുമെന്റ് എന്നാണ്. ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ആദ്യം തന്നെ ക്രിയേറ്റിൽ പോയിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണിത്. ഈ ഡോക്യുമെന്റിൽ ഈ ഒരു ഫോൾഡറിൽ ഉള്ള ഈ ഡോക്യുമെന്റ് തൽക്കാലം ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. ഫോർ ഇതിൽ നമുക്ക് ആദ്യം കൊണ്ട് ഉണ്ടാക്കാം. ഇപ്പൊ തൽക്കാലം ആ ഉണ്ടാക്കിയ ഫോൾഡർ ഇതാണ് നമ്മുടെ ഫോൾഡർ. ഞാൻ ഈ വേണമെങ്കിൽ ഈ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതും ഒരു ഓൺ ഷേപ്പിന്റെ ഒരു വലിയൊരു ഫീച്ചറാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു CAD ഒരാൾക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ടൊക്കെ ഒരു വലിയൊരു സിപ്പ് ഫയലോ വലിയൊരു ഫയലായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. ഈ ഓൺ ഷേപ്പ് ഇനി മുതൽ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. അപ്പോ ജസ്റ്റ് ഒരു ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഓൺ ഷേപ്പ് ഉണ്ടെങ്കിൽ ആ CAD അതിൽ തുറക്കാൻ പറ്റും. അയാൾക്ക് ഫുൾ വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന ആൾക്ക് വെറുതെ ഒരു വ്യൂയിങ് ലൈസൻസ് വേണമെങ്കിൽ വ്യൂയിങ് ലൈസൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ ഇതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഓൺ ഷേപ്പിന്റെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് പോയി തുടങ്ങിയിട്ട് ഒരു ഡോക്യുമെന്റ് തുടങ്ങാം. ഞാനിതിൽ ട്രെയിനിങ് ലെസൺ 1 എന്ന് ഞാൻ എഴുതുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ വീഡിയോ 1 പറഞ്ഞ പോലെ നമ്മൾ എന്തുണ്ടാക്കുന്ന വീഡിയോയും ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അപ്പോൾ പബ്ലിക് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ട്രെയിനിങ് ലെസൺസ് എന്നുള്ളതിൽ ട്രെയിനിങ് ലെസൺസ് 1 എന്നുള്ളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കി. അപ്പൊ ഒരു 2 മിനിറ്റ് കൊടുക്കുക. ആ 2 മിനിറ്റ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡോക്യുമെന്റ് തുറന്നു. എന്താണ് ഈ ഡോക്യുമെന്റ്? അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് മാത്രം സംസാരിക്കാം. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഞാൻ സോളിഡ് വർക്സിലൊക്കെ കുറെ യൂസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു സോളിഡ് വർക്സിൽ ഒരു പാർട്ട് ഡിസൈൻ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അവിടെ ഞാൻ ആദ്യം തന്നെ പോയി ന്യൂ ഒരു പാർട്ട് അടിച്ച് ക്രിയേറ്റ് ചെയ്ത് ആ പാർട്ടിനെ ഡിസൈൻ ചെയ്ത് ആ പാർട്ട് പിന്നെ ഉണ്ടാക്കി, പിന്നെ അതേപോലെ മൾട്ടിപ്പിൾ പാർട്സ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ ലോക്കലിൽ സേവ് ചെയ്ത് അങ്ങനെയാണ് പിന്നെ ഒരു അസംബ്ലി ഉണ്ടാക്കി, പിന്നെ ആ ഒരു അസംബ്ലി ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ഫ്രം ടോപ്പ് ടു ഡൗൺ നമ്മളിങ്ങനെ ടോപ്പ് ടു ഡൗൺ ഉണ്ടാക്കി പോകണം. ഈ ഒരു ചലഞ്ച് കുറച്ച് എല്ലാം കൂടി ഒരു ക്യാപ്സ്യൂൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്ന സാധനം എല്ലാം ഒരു ക്യാപ്സ്യൂൾ ആക്കിയിട്ട് ഒരു
എല്ലാം കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്യുമെന്റ് എന്നൊരു സ്ഥലത്ത് നമ്മൾ പാർട്ട് സ്റ്റുഡിയോ എന്നും അസംബ്ലി എന്നും നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ ഒരു ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാർട്ട് സ്റ്റുഡിയോ എന്താണെന്നുള്ളതിലേക്ക് ഡീറ്റെയിൽസ് പോകാം. അപ്പോൾ മൾട്ടിപ്പിൾ പാർട്സ് ഉണ്ടാക്കുന്ന ഒരിത്, അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു നമ്മൾ വലിയൊരു അസംബ്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ അസംബ്ലിന്റെ എന്തൊക്കെയാണ് വേണ്ടത്, അതൊക്കെ നമുക്ക് ഇതിൽ എല്ലാം കൂടി, ഫോർ എക്സാമ്പിൾ PDF ഫയൽസ് ആയിരിക്കാം, അതിന്റെ സ്പെക് ഷീറ്റ് ആയിരിക്കാം, അതിന് വേണ്ട ഡ്രോയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ റെൻഡറിങ് ആയിരിക്കാം, അതിന്റെ PCB ആയിരിക്കാം, അതിന്റെ ബാക്കിയുള്ള എല്ലാ ഒരു നമ്മളൊരു പാർട്ട് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഈ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ക്യാപ്സ്യൂളിനെയാണ് നമ്മൾ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡോക്യുമെന്റ് ആണ് നമ്മുടെ ഓൺഷേപ്പിലെ ഡിസൈനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പൊ നിങ്ങൾ ഒരു ഫോൾഡർ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളുടെ ഒരു ഓർഗനൈസിങ്ങിന്റെ ഒരു ഇതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആദ്യം ഉണ്ടാക്കുന്ന സാധനം ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഈ ഡോക്യുമെന്റ് കറക്റ്റ് ആയിട്ട് നെയിം ചെയ്ത് ഇത് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രെയിനിങ് ലെസൺ 1 ആണ്. ഞാൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഐറ്റം, ലെറ്റ്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു കോഫി മഗ്ഗോ അല്ലെങ്കിൽ ഒരു ട്രേ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ ട്രേ എന്ന് ഞാൻ എൻ്റെ ഡോക്യുമെന്റിനെ വിളിക്കും. ആ ട്രേന്റെ CAD ഫയൽ അതിലുണ്ടാവും, അതിന്റെ അസംബ്ലി ഫയൽ അതിലുണ്ടാവും, അതിന്റെ ഡ്രോയിങ് ഫയൽ അതിലുണ്ടാവും, അതിന്റെ അതിന്റെ മെറ്റീരിയലിന്റെ സ്പെക് ഷീറ്റുകൾ, അതിന്റെ സർവീസ് ഇന്റർവെല്, അതിന്റെ റീസൈക്ലിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ റീസൈക്ലിംഗ് പ്ലാൻ, അങ്ങനെ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ ഇതിൽ തന്നെയാണ് വെക്കുക. ഇതൊക്കെ സൂക്ഷിക്കുന്നത് നമ്മളെ ക്രോമിലൊക്കെ ടാബ് യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ല, നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ ടാബ് ആയിട്ട്, അങ്ങനെ ഓരോ ടാബ് ആയിട്ടാണ് നമുക്ക് ആക്സസ് ചെയ്യാം. ആദ്യം പോകേണ്ടത് നമുക്ക് ഇവിടെ വന്നിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു പാർട്ട് സ്റ്റുഡിയോ കൂടി ഉണ്ടാക്കാൻ, അപ്പൊ അത് ഇവിടെ ഉണ്ടായിട്ട് വരും. അങ്ങനെ ഓരോ പാർട്ട് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഓരോ അസംബ്ലി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ടാബ് ആയിട്ട് ഓൺഷേപ്പ് അവിടെ ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് പാർട്ട് സ്റ്റുഡിയോന്റെ എണ്ണം കൂട്ടാനും അസംബ്ലിന്റെ എണ്ണം കൂട്ടാനും, ഫോർ എക്സാമ്പിൾ എനിക്ക് ഡ്രോയിങ് വേണമെങ്കിൽ ഡ്രോയിങ് ഓക്കെ കൊടുത്തത് ഡ്രോയിങ് ഉണ്ടാക്കാം. അങ്ങനെ എന്താ വേണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ട് ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനും ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചതിന്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ, ഡോക്യുമെന്റ് എന്താണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഒരു മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എപ്പോഴും മനസ്സിലാക്കുക, ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഡോക്യുമെന്റ്സിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ആദ്യത്തെ പാർട്ട് സ്റ്റുഡിയോ, ഫോർ എക്സാമ്പിൾ പാർട്ട് സ്റ്റുഡിയോയിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് 3 പ്ലെയിനും ഒരു ഒറിജിനും കാണാൻ പറ്റും. ഇവിടെ പാർട്സ് എന്നൊരു ടാബിൽ വന്നു കഴിഞ്ഞാൽ 0, അതായത് നിങ്ങൾ ഇതൊരു പാർട്സ് ഉണ്ടാക്കിയിട്ടില്ല, അതും കാണാൻ പറ്റും. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇതിനെ നാവിഗേറ്റ് ചെയ്യാനോ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും കാണാൻ വരും. ഫോർ എക്സാമ്പിൾ ടോപ്പ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ടോപ്പ് വരും, ഫ്രണ്ട് വ്യൂ വരും, റൈറ്റ് വ്യൂ വരും. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാം. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോക്ക് കാണുന്നവരെ ടേക്ക് കെയർ.